അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, അള്ളാഹു നമ്മൾക്ക് നൽകിയ നിയമത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്താണല്ലോ വർക്ക് എന്നുള്ളത്. രാവിലെ മുതൽ രാത്രി വരെ ധാരാളം അധ്വാനിച്ച് തൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇനി നാളത്തെ ദിവസം എനിക്ക് ജോലിയിലേക്ക് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് റബ്ബ് നമുക്ക് വലിയൊരു നിയമത്ത് നൽകുന്നത്. നല്ല റാഹത്തുള്ള ഒരു വർക്ക് തന്നിട്ട് പിറ്റേ ദിവസം ഇന്നലത്തെ ഒരു ക്ഷീണം പോലും അറിയിക്കാതെ ഒരു നിലക്കും അത് മനസ്സിലാവാതെ പിറ്റേന്ന് നല്ല ആവേശത്തോട് എണീക്കാൻ അവൻ തൗഫീക്ക് നൽകുകയാണ്. അത് വലിയൊരു നിയമത്താണ്, വലിയൊരു നിയമത്ത് തന്നെയാണ്. അപ്പോൾ ഈ വർക്ക് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിയമത്താണെന്ന് പറഞ്ഞ് അള്ളാഹു നിർദ്ദേശിച്ച, അള്ളാഹു കൽപ്പിച്ച ആ സമയത്ത് മാത്രമേ ആ വർക്ക് ആകണം. അല്ലാത്ത സമയത്ത് ആയിപ്പോയാൽ ശിക്ഷയായി പോകും. ഉറങ്ങാൻ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച, ഖുർആന് നമ്മെ പഠിപ്പിച്ച സമയം അത് രാത്രി സമയത്താണ്. രാത്രി സമയത്ത് അത് ഉറങ്ങാനുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാത്രി ഇന്ന് സജീവമാണ്. രാത്രി ഉറങ്ങാൻ നമുക്ക് താല്പര്യമില്ല. രാത്രി എന്തെല്ലാം വിഷയങ്ങളിലായി ഇടപെട്ടുകൊണ്ടും എത്രയോ പാതിര രാത്രികളൊക്കെയും ആയിട്ടാണ് നാം ഇന്ന് പലപ്പോഴും ഉറങ്ങുന്നത്. അത് വലിയൊരു അപകടമാണ്. അങ്ങനെ ആയിപ്പോകരുത്. അങ്ങനെ ആയാൽ അതിലുള്ള ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല, വലിയ ബുദ്ധിമുട്ടുകളാണ്. രാത്രി അള്ളാഹു നമ്മൾക്ക് ഉറങ്ങാനുള്ള സമയം തന്നപ്പോൾ നാം ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മളെ ശരീരം അനുഭവിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആത്മീയമായ ജീവിതത്തിനും അത് വലിയ ബാധകമാകും. രാത്രി സമയത്ത് നാം ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ക്ഷീണം കൊണ്ട് നാം പകൽ ഉറങ്ങിപ്പോകും. പകൽ ഉറങ്ങാനുള്ളതല്ലല്ലോ, പകൽ അധ്വാനിക്കാനുള്ളതാണ്. അധ്വാനിക്കുമ്പോൾ നമുക്ക് ഉന്മേഷം കിട്ടുന്നില്ല, ആവേശം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? രാത്രി നാം നഷ്ടപ്പെടുത്തി. പകലിൽ എത്രയോ സമയങ്ങൾ പലപ്പോഴും പല ആൾക്കാർ ഉറങ്ങിയിട്ട് നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നു, ഉറക്കം കൂടിയാൽ നമുക്കുണ്ടാകുന്ന വലിയൊരു നഷ്ടമാണ്. വയസ്സ് കുറയുകയാണ്. അതെല്ലാം വർക്കിലായി തീരുകയാണ്. അപ്പോൾ നമ്മുടെ പകല് സജീവമാകണമെങ്കിൽ അള്ളാഹു നമുക്ക് ഉറങ്ങാൻ വേണ്ടി തന്ന സമയത്ത് നാം ഉറങ്ങിയിരിക്കണം. ആ സമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ പകലൊന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിലൂടെ ഉറക്ക് കൂടുമ്പോഴേക്ക് അതേ രാത്രിയും ഉറക്കായി പകലും ഉറക്കായി, അതിലോടുകൂടെ നമ്മുടെ ആയുസ്സുകൾ തീർന്നു പോവുകയാണ്. നാം ഇവിടെ പലതും 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 ചെയ്ത് തിരിക്കേണ്ടതുണ്ട്. ദുനിയാവിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്, ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. രാത്രിയിൽ ഏതായാലും നമുക്ക് ഇബാദത്തില്ല, രാത്രിയിൽ ഏതായാലും നമുക്ക് അള്ളാഹുവിനെ പൊരുത്തപ്പെടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പകലിലെങ്കിലും കുറച്ചെങ്കിലും വേണ്ടേ? പകലെങ്കിലും നമുക്ക് ഒരു സജീവമായിട്ട് നല്ല റാഹത്തോട് ഉന്മേഷത്തോട് ഉണ്ടായാലല്ലേ നമുക്ക് എന്തെങ്കിലും ദുനിയാവിന് വേണ്ടിയും ആഖിറത്തിന് വേണ്ടിയും ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതോടുകൂടെ മഹാന്മാർ പറയുന്നു, ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാതെ ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഉറങ്ങിയിട്ട് അതേ ഉറക്കം കൂടിയതിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽബ് കടുപ്പിക്കും. അതേ കൽബിൻ്റെ ആ മയം, ആ കൽബിൻ്റെ ശുദ്ധി ഇല്ലാതെയായി പോകും. കൽബ് ശുദ്ധി ഇല്ലെങ്കിൽ, കൽബ് കടത്തുപോയാൽ, കൽബിൻ്റെ മയം ഇല്ലാതെയായിപ്പോയാൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? പിന്നെ ഒന്നിനും താല്പര്യം ഉണ്ടാവൂലല്ലോ, പിന്നെ ഒന്നിനും ആവേശമുണ്ടാവൂല. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ആവേശം ഇല്ലാതെ ആവുക, പലപ്പോഴും നമുക്ക് ആ കൽബിൻ്റെ ശുദ്ധി കിട്ടാതെ ആവുക നമ്മുടെ ഉറക്കം കൂടിയതിൻ്റെ പേരിലാണെന്നും മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടും. മഹാന്മാർ പറഞ്ഞു, വന്നൗമു മൗത്തുൻ, വർക്കെന്നുള്ളത് അത് മരണമാണ്. ഫതക്സീറുഹു, അതിനെ കൂടുതലാക്കിയാൽ യുൻഖസുൽ ഉംർ, നിന്റെ ആയുസ് ചുരുങ്ങി പോകും. വർക്ക് നിയമത്താണ്, പക്ഷേ അത് അധികരിക്കാൻ പാടില്ല. അധികരിച്ചാൽ അത് നഷ്ടത്തിലായി പോകുമെന്നുള്ള ബോധം ഉണ്ടാകണം. മൊത്തത്തിൽ പറഞ്ഞാൽ അതേ വർക്ക് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിയമത്ത് തന്നെയാണ്, അത് വലിയൊരു നിയമത്ത് തന്നെയാണ്. പക്ഷേ ഉറങ്ങാൻ വേണ്ടി നമുക്ക് ഏത് സമയമാണോ നൽകിയിട്ടുള്ളത് ആ സമയത്ത് മാത്രമേ ഉറങ്ങി ബാക്കിയുള്ള സമയമൊക്കെ നല്ല സജീവം ആക്കിയാലേ ഈ ദുനിയാവ് കൊണ്ട്,
ഈ നമ്മുടെ ചെറിയ ചുരുങ്ങിയ ആയുസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ ഉറങ്ങി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ദുനിയാവിലുണ്ടാവില്ല, ആഖിറത്തിലുണ്ടാവില്ല. അങ്ങനെ ഒരു നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകരുത്. അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.